ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കോഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ബാച്ചിലർ ഓഫ് ഫാർമസി അഥവാ BPharm എന്ന കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ BPharm അഥവാ ബാച്ചിലർ ഓഫ് ഫാർമസി എന്ന കോഴ്സിന്റെ അഡ്മിഷന് വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്, ഈ കോഴ്സിന്റെ കോഴ്സ് ഫീസ് എത്രയാണ്, ഈ കോഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിൽ കവർ ചെയ്തത്. അപ്പോൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ബാച്ചിലർ ഓഫ് ഫാർമസി അഥവാ BPharm എന്ന കോഴ്സ് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. +2 ശേഷം ഫാർമസി ഫീൽഡിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും BPharm അഥവാ ബാച്ചിലർ ഓഫ് ഫാർമസി എന്ന ഈ ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. BPharm ഡിഗ്രി കോഴ്സിന്റെ അഡ്മിഷന് വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഗുലർ ആയിട്ട് BPharm കോഴ്സിന് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളവർ +2 സയൻസ് സ്ട്രീമിൽ പഠിച്ച് മിനിമം 50% മാർക്കോടുകൂടി പാസ്സാവണം. +2 ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾ കമ്പൽസറി ആയി പഠിച്ച് ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾ ഓപ്ഷണലായി പഠിച്ച് 50% മാർക്ക് ഇൻഡിവിജ്വലായിട്ട് നേടി വേണം നിങ്ങൾ പാസ്സാവാൻ. ഇനി BPharm കോഴ്സിന് അഡ്മിഷനായിട്ട് ഒരു ലാറ്ററൽ എൻട്രി ഓപ്ഷൻ ഉണ്ട്. +2 ശേഷം ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർക്ക് BPharm കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി അവൈലബിൾ ആണ്. ഈ കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രി ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ കോഴ്സിന് മിനിമം 50% മാർക്കോടുകൂടി പഠിച്ച് പാസ്സായവരായിരിക്കണം. ഇനി BPharm കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഏജ് ക്രൈറ്റീരിയ കൂടെയുണ്ട്. നിങ്ങൾ മിനിമം 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 17 വയസ്സ് കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ BPharm കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഗവൺമെന്റ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണുള്ളത്. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ പേപ്പറുകൾ എക്സാം എഴുതി ആ എക്സാമിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് പ്രവേശനം നടക്കുന്നത്. BPharm അഡ്മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് BPharm അഡ്മിഷൻ്റെ എലിജിബിലിറ്റി, അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനം അതത് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ ബേസിസിലായിരിക്കും. അത് ഈ പ്രവേശന പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലെ ഏതൊക്കെ കോളേജുകളാണ് BPharm കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ എല്ലാ BPharm കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ BPharm കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് കിട്ടും. ഞാൻ ആ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കോളേജുകളുടെ ലിസ്റ്റ്, ഏതൊക്കെ കോളേജുകളാണ് ഈ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയുവാൻ വേണ്ടി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. BPharm കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോളേജുകളിൽ എത്രയൊക്കെയാണ് ഫീസ് എന്ന് നോക്കാം. നിങ്ങൾ ഗവൺമെന്റ് കോളേജിലാണ് ഈ കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇയർലി ഏകദേശം ഒരു 25,000 വരെ എക്സ്പെക്ട് ചെയ്യാം ഫീസ്. ഇനി നിങ്ങൾ പ്രൈവറ്റ് അല്ല എങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് പഠിക്കുന്നതെങ്കിൽ ഇയർലി ഏകദേശം ഒരു 1.3 lakhs മുകളിൽ ട്യൂഷൻ ഫീസായിട്ട് തന്നെ വരും. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ ഹോസ്റ്റൽ ഫീസ്, ബുക്ക്, യൂണിഫോം അങ്ങനെയുള്ള എക്സ്ട്രാ ഫീസുകൾ ഉണ്ടാവും. BPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും നല്ല സാലറിയോടുകൂടി തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. BPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.